ഹലോ ഗായ്സ്, അങ്ങനെ ഒരു മഴയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് മീൻ പിടിക്കാൻ. മീൻ പിടിത്താവോ അന്നദാനമാവോ എന്ന് നമുക്ക് കണ്ടറിയാം. പോയാ പോയാ എടാ, നീ ഇവിടെ കലിങ്കിട്ട് പറഞ്ഞിട്ട് എവിടാ? കലിങ്ക് അവിടെ ഉണ്ടോ? ചിക്കു ഒരുപാട് നിക്കണ്ട, പോട്ടെ. വഴിയില്ല, ഒരു പണ്ടാലമില്ല. ഞങ്ങള് വല്ല പാമ്പ് കടിച്ചാൽ പോലും അറിയില്ല. വഴിയില്ല, ഒന്നുമില്ലാത്തൊരു ഏരിയ കൂടെ നടന്നു പോവാണ് ഗൈസ്. ഈ കുട്ടിക്കുരങ്ങനെ ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. ഹരീഷ് കുഴിയിൽ വീണു. അപ്പൊ ഇതാണ് കുഴിയെന്ന് മനസ്സിലായല്ലോ. അടിപൊളി. മൊബൈൽ പോയാൽ പണി പാളി. ഇറങ്ങി നടക്കണേണ് നല്ല കേട്ടോ. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഫിഷിംഗ് സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗായ്സ്. എൻ്റെ അമ്മൂ, എന്തൊക്കെ കടിക്കുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഫിഷിംഗ് സ്പോട്ട്. ഈ കൂട്ടത്തിൽ നിന്ന് ബിലിഞ്ചേണ്ണും ജോയിൻ ചെയ്തിട്ടുണ്ട്. മീൻ കിട്ടുമോ ഇല്ലോ നമുക്കറിയില്ല. നമ്മളൊരു പരീക്ഷണത്തിന് ഇറങ്ങിയാണ്. പണ്ടൊക്കെ ഇവിടെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന, ഇപ്പം ആരും വരാതെ ശോകമായി ഇവിടെയൊക്കെ. ഇതിലേക്കാണ് നമ്മൾ നടന്നത്. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ പണ്ട്, അതായത് ഇപ്പം മീൻ പിടിക്കുന്ന ഹരീഷും ബിലിഞ്ചേട്ടനും ബേസിലേട്ടായും ഞാനൊക്കെ കൂടി പണ്ട് കുറേ മീൻ പിടിക്കാൻ വേണ്ടി ഈ സ്പോട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. അന്നിവിടെ നടക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പം കാടും മണലൊക്കെ കയറി ആകെ ശോകമായി. ഇപ്പം ആകെ വന്നത് ഈ വർഷത്തിൽ ആകെ ഒരു പ്രാവശ്യമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഒരു ഏകദേശം ഞങ്ങൾ വിചാരിക്കുന്ന ഒരു 4 വർഷം മുമ്പ് എങ്ങാണ്ടാണ് ഇവിടെ വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നത്. അന്ന് കുറേ മീൻ കിട്ടിയതാണ് കേട്ടോ. ഇപ്പം ആകെ ശോകമാണ്, മീനൊന്നുമില്ല. ആകെ കുറച്ച് മീനുകളാണ് കിട്ടുന്നത്. കൊത്തണ്ടല്ലോ, കിട്ടാതെന്താ? ഇവിടെ നോക്കി സാധനം എടുത്തേ, കയ്യിലിടാം, കയ്യിലിട്ട് വലിക്കാം. പക്ഷെ ഇവിടെ കുറച്ച് കമ്പുമില്ല, പണ്ടാറുമില്ലല്ലോ. പൊങ്ങി ഗൈസ്. ഏതേ അവിടെ നോക്ക് നീ. അടുത്തും കിട്ടിയുണ്ട്. ഇനി കിട്ടും. കവർ വല്ലതും ഉണ്ടോ? ഞങ്ങളങ്ങനെ കുറച്ചു നേരം ചൂണ്ടയൊക്കെ ഇട്ട് അതിക്കിടെ ആ കാട്ടിക്കിടെ കുറച്ചു നേരം നടന്നു. പിന്നെ മടുത്ത് ഞങ്ങൾ തിരിച്ചു വന്നു ഗൈസ്.